എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നിങ്ങൾ ഷോക്കടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനും ഷോക്കിലായിപ്പോയി. ഇന്ന് SIT ശബരിമല കൊള്ളക്കേസിൽ പ്രധാന അറസ്റ്റ് നടത്തി തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ഠരര് രാജീവര് അറസ്റ്റിലായപ്പോൾ ഈ ശബരിമല അയ്യപ്പനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് പോലീസ് കസ്റ്റഡിയിലായത്. SIT മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിന് ശേഷമാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ പാടിയ പാട്ടൊക്കെ തന്നെ മാറ്റേണ്ടി വരുമോ എന്നുള്ള സംശയം ഇപ്പോൾ ബാക്കിയാകുന്നു. മാത്രമല്ല, ഈ കൊള്ളക്കേസിൽ 13ാമത്തെ പ്രതിയാണ് തന്ത്രി. ആചാരലംഘനം നടത്തിയപ്പോൾ തന്ത്രി ഇടപെട്ടില്ല എന്ന് SIT പറയുന്നു. ഇന്ന് മാത്രമല്ല, ഇതിലൂടെ അദ്ദേഹം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഷോക്കായി കേട്ടോ. ശരിക്കും ഷോക്കായി. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്ക് നമുക്ക് ആദ്യം പോകാം. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ പെൺകുട്ടികളോട് മോശമായി സംസാരിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഈ സ്ഥലത്ത് ഇപ്പോൾ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് വിവരം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേർന്നു. ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ സംഘർഷ സാധ്യത അവിടെ ഉണ്ടാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു. എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ? കഴിഞ്ഞ 5 മണിക്കൂറായി ഇപ്പോൾ തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ മാസം 30-ാം തീയതി നടന്ന NSS ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ഈ പരാതിയുടെ അടിസ്ഥാനം. അതായത് NSS ക്യാമ്പിൽ വിദ്യാർത്ഥിനികൾ അവരുടെ അവർ ജോലി ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന സമയത്ത് കുട്ടികൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട്, ആർത്തവമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു അധ്യാപകൻ പൊതു സദസ്സിൽ സംസാരിച്ചു. ആ അധ്യാപകനെതിരെ കഴിഞ്ഞ 6-ാം തീയതി, അതായത് 3 ദിവസം മുൻപ് പരാതി നൽകി. ഇതുവരെ മാനേജ്മെന്റ് ഒരു പരാതിയിൽ ഒരു നടപടിയും എടുത്തില്ല. അധ്യാപകനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം. ഈ പ്രതിഷേധം ഇപ്പോൾ 5 മണിക്കൂർ പിന്നിട്ടു. 5 മണിക്കൂർ പിന്നിട്ടും ഇതുവരെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികൾ ഇപ്പോഴും സാനിറ്ററി നാപ്കിൻ ഉയർത്തി അവരുടെ പ്രതിഷേധം അടയാളപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് തന്നെ കടക്കാം. എന്തായാലും ഈ ദിവസങ്ങളിൽ നിങ്ങൾ NSS ക്യാമ്പിൽ ഉണ്ടായിരുന്ന കുട്ടികളായിരുന്നു നിങ്ങളെല്ലാം? ഉണ്ടായിരുന്നതാണ്. അവർക്കാണ് കംപ്ലൈന്റ് ഉള്ളത്, അവരാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് മാനസിക സംഘർഷം അവർ അനുഭവിച്ചിട്ടുണ്ട്. അവർ തന്നെ നേരിട്ട് പറയും. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? NSS ക്യാമ്പിന്റെ ഇടയിൽ സാർ 2 പ്രസ്താവനകളാണ് ഇറക്കിയത്. പീരിയഡ്സ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം, പാവാട വന്ന് പൊന്നിച്ചു നോക്കാൻ പറ്റില്ല എന്നും, അതുപോലെ നിങ്ങൾ സെൽഫ് എസ്റ്റീമും കോൺഫിഡന്റും അല്ലെങ്കിൽ നിങ്ങൾ പോയി ചത്തോളൂ എന്നും. ചത്തോളൂ എന്നുള്ള ടേം ഒക്കെ ഒരു പബ്ലിക്കിന് മുമ്പിൽ ആരെങ്കിലും യൂസ് ചെയ്യോ? അതൊരു അധ്യാപകൻ. ഇത് ഞങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു, താങ്കൾക്ക് തെറ്റായി തോന്നിയില്ലേ എന്നുള്ളത്. ആള് പറയണേ ഇല്ല, എനിക്ക് തോന്നിയില്ല, മാപ്പ് പറയും ചെയ്യില്ല. പരാതി നൽകിയിട്ട് എന്താണ് നിലപാട് മാനേജ്മെന്റ്? 3 ദിവസം ഞങ്ങളായിട്ട് ഇങ്ങനെ വട്ടം കറപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞു 30 ദിവസം എന്ന്, പിന്നെ 7 ദിവസം എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ പ്രതിഷേധം നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഇന്ന് അതിന് ഉള്ള നടപടിക്രമങ്ങൾ ചെയ്യാമെന്നുള്ളത്. 5 മണിക്കൂടെ വരാൻ പറഞ്ഞു. ഞങ്ങൾ 3:30 മുതൽ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊ 8 മണി കഴിഞ്ഞു, ഇതുവരെ ഒന്നും പറഞ്ഞില്ല. മാപ്പ് പറയാന്നാ പറഞ്ഞത്, സസ്പെൻഷൻ ഇല്ല എന്ന്. എന്താണ് സസ്പെൻഷൻ ഇല്ലാത്തത്? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ആളത് തെറ്റ് അത് ചെയ്തു എന്നുള്ളത് ആൾ പറഞ്ഞു. ആൾക്കറിയാം അത് തെറ്റാണ് പറഞ്ഞത്, പക്ഷെ പബ്ലിക്ലി പറയുന്നില്ല. നമ്മളടുത്ത് മാപ്പ് പറയുന്നില്ല. ഇപ്പോഴാണ് പറയുന്നത് മാപ്പ് പറയാം. അപ്പൊ എല്ലാവർക്കും അറിയാം തെറ്റാണ് നടന്നതെന്നുള്ളത്. അപ്പൊ സസ്പെൻഡ് ചെയ്യണ്ടേ? അതാണ് നമ്മുടെ ചോദ്യം. നമുക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടുന്നില്ല. അവരാരും പുറത്തിറങ്ങുന്നില്ല. എന്താ അത്? ഇത് ഇങ്ങനെതിരെ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമില്ല. ഇതിന് മുമ്പും കഴിഞ്ഞ വർഷം അങ്ങനെ ഇതിനും കാട്ടി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റുക്സാന പറ, നിങ്ങൾക്ക് പറ, നിങ്ങളുടെ പറഞ്ഞു പറ. എന്താണ്? അങ്ങനെയല്ല, മുസ്ലിംസ് ഉണ്ടായിരുന്ന NSS ക്യാമ്പില്. അപ്പോഴത്തേക്ക് നിസ്കരിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞതെന്ന് നിസ്കരിക്കാനുള്ള സ്ഥലമല്ല, നിസ്കരിക്കാനാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്നൂടെ. പക്ഷെ ക്ലാസിന്റെ ഇടയ്ക്കോ അങ്ങനെയൊന്നും അല്ല ചോദിച്ചത്. വിദ്യാർത്ഥികൾക്ക് 10 മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കും, ക്യാമ്പിന് ചായ കുടിക്കാനും അവർക്ക് റിഫ്രഷ്മെന്റിനും കൊടുക്കും. ആ സമയത്ത് പോയി നിസ്കരിക്കാനാണ് ചോദിച്ചത്. അത് മാത്രമല്ല, ആ ഒരു ഇത് വെച്ചിട്ട് എക്സാം ഹാളിലും ആ വിദ്യാർത്ഥിനിയെടുത്ത് അങ്ങേര് മോശമായി തന്നെ പെരുമാറി. ആ ഒരു ഇത് വെച്ചിട്ടാണെന്നും എല്ലാവർക്കും അവിടെ നിന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്തരം ഒരു പരാമർശം ഉണ്ടായതിനു ശേഷം ആ സമയത്ത് പ്രതികരണം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായോ? അപ്പോൾ പ്രതികരണം അത് ആ സമയം ഞങ്ങളൊരു വിദ്യാർത്ഥികൾ ഒരു 5 പേര് മാറിയിരുന്നിരുന്നു. ഈ പ്രശ്നം നടക്കുന്ന സമയം ഒരു ക്യാമ്പിൽ ഒരു സെഷൻ നടക്കുമ്പോഴാണ് ഇത്
പ്രശ്നമാവണത്. അപ്പോൾ ഞങ്ങൾ മാറിയിരുന്നു. അതിനെ തുടർന്നാണ് സാറിന് ഞങ്ങളോടുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഉൾപ്പെടെ വെച്ചിട്ട് ഒരു വിദ്യാർത്ഥികളെ എല്ലാവരും പിടിച്ചിരുത്തിയിട്ട് ഞങ്ങളുടെ അടുത്ത് സോറി പറയണം, ഞങ്ങൾ സാറിനോട് പരാതി പറഞ്ഞതിന് ശേഷം അല്ലേ? അതെ. കൂടാതെ ലൈക്ക് എൻ്റെ പേരന്റ് വന്നിരുന്നു, എൻ്റെയും വേറൊരു കുട്ടിയുടെയും പേരന്റ് വന്നിരുന്നു. പേരൻസ് വന്നിട്ട് പോലും പറയുന്നില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നോടൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല ഞങ്ങൾ എടുത്തെടുത്ത് ചോദിച്ചു, ഇവിടെ പലരും പറയുന്നത്, ഇവിടെ പല ടീച്ചേഴ്സും പറയുന്നത് സാറിന്റെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ്, സാർ തമിഴ്നാട് ബോർഡറാണ്, അതുകൊണ്ട് സ്ലാങ്ങിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എടുത്തെടുത്ത് സാറിന് ചോദിച്ചു, സാറിന് ഇപ്പോഴും അത് തെറ്റായിട്ട് തോന്നുന്നില്ലേ? ഞങ്ങളൊരു 7-8 വട്ടം എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും, പേരൻസ് ഉൾപ്പെടെ. എന്നിട്ട് സാറിന് തെറ്റല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്. അത്ര അറോഗന്റ് ആയിട്ടാണ് സാർ അവിടെ നിന്നുകൊണ്ടിരുന്നത്. തീർച്ചയായും എസ്കെന് കഴിഞ്ഞ ആഴ്ച, അതായത് ഇപ്പോൾ ഒരു 2 ആഴ്ച പിന്നീടാണ് ഈ സംഭവം നടന്നിട്ട് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും എടുത്തിട്ടില്ല. എന്തായാലും ബന്ധപ്പെട്ടവർ, മാനേജ്മെന്റ് അധികാരികൾ ഇവിടെ ഉണ്ട്, നമ്മുടെ അവരുടെ പ്രതികരണങ്ങൾ കൂടി തേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കാം. ഒരു നിമിഷം. എന്തായാലും ഇവിടെ ആരാ മാനേജ്മെന്റ് പ്രതിനിധി, ആരാ ഉള്ളത്? പ്രിൻസിപ്പൽ ഉണ്ടോ? മീറ്റിംഗ് ആണോ? എന്തായാലും മീറ്റിംഗ് ആണ് എന്നാണ് പറയുന്നത്. എന്തായാലും കുട്ടികളുടെ ആവശ്യം, കുട്ടികളുടെ പരാതി അത് ന്യായമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുടെ ഒരു പ്രതികരണം ലഭിക്കുമോ എന്ന് നോക്കാം. മീറ്റിംഗ് എന്താണ് സാർ നടപടി? 5 മിനിറ്റ്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്. 5 മിനിറ്റിന് ശേഷം പ്രതികരിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എസ്കെ ഉമേഷ്, ശരിക്കും ഇതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? ഏതെങ്കിലും NSS ക്യാമ്പിൽ വെച്ചാണോ ഈ പ്രശ്നം ഉണ്ടായത്? ഉമേഷ്, യഥാർത്ഥത്തിൽ ഈ NSS ക്യാമ്പിൽ വെച്ചിട്ടാണോ അധ്യാപകൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് കുട്ടികൾ ആരോപിക്കുന്നത്? അത് എന്തായിരുന്നു ഈ കേസിന്റെ പശ്ചാത്തലം? തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്ന്. അദ്ദേഹവുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അവിടെ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. അനാവശ്യം പറഞ്ഞ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാനിറ്ററി നാപ്കിൻ വരെ ഉയർത്തിപ്പിടിച്ചാണ് പെൺകുട്ടികൾ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കുട്ടികൾ വളരെ രോഷത്തിലാണ്. ഒരിക്കലും വിദ്യാർത്ഥികളോട് പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഈ അധ്യാപകൻ പറഞ്ഞത്. ഉമേഷ് ബാലകൃഷ്ണൻ വീണ്ടും ചേരുന്നു. ഉമേഷ്, പറയൂ, സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം ഏതെങ്കിലും NSS ക്യാമ്പിൽ നടന്ന പ്രശ്നമാണോ? തീർച്ചയായും എസ്കെന് കഴിഞ്ഞ ആഴ്ച, അതായത് ക്രിസ്മസ് അവധിക്കാണ് NSS ക്യാമ്പ് തിരുവനന്തപുരം പട്ടം സെന്റ് മേരി സ്കൂളിൽ നടക്കുന്നത്. അന്നാണ്, അതിൽ എത്രാം ദിവസമാണ് എന്നുള്ള കാര്യം, എത്രാം ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്? NSS ക്യാമ്പ് 7 ദിവസമായിരുന്നു. 7 ദിവസത്തില് 5-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് ഉണ്ടായിരുന്ന ഒരു സെഷനിലാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായതും. അതൊരു 29-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. തീർച്ചയായും എസ്കെൻ, വിദ്യാർത്ഥികളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു പരാതി, ഒരു പ്രതികരണം, ഒരു മോശം പ്രതികരണം ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഒരു പക്ഷേ ഒരു മനുഷ്യത്വരഹിതമായ പ്രതികരണം ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിൽ വിദ്യാർത്ഥികൾ കൃത്യമായി പ്രതികരിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ തുടർന്നുള്ള 2 ദിവസവും ആ പ്രതികരിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ വീണ്ടും ഹരാസ് ചെയ്യുന്ന നടപടി ഉണ്ടായി അല്ലേ? അതെ, ഞങ്ങൾ അന്നേ ദിവസം തന്നെ ഞങ്ങൾ കുറച്ച് കുട്ടികൾ നിർത്തുകയായിരുന്നു, ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോവാണെന്നാണ് പറഞ്ഞത്. അപ്പോഴും പാരന്റ്സ് വന്ന് ചോദിച്ചപ്പോഴും പറയുന്നത് എനിക്കിതിൽ ഒരു കുറ്റബോധവും ഇല്ല, പറഞ്ഞതിൽ ഒരു കുറ്റബോധവും ഇല്ല എന്നാണ് സാർ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നത്. ആരൊക്കെയായിരുന്നു ബാക്കി 4 പേർ? നിങ്ങളും പരാതി പറഞ്ഞു. എന്താ അനുഭവം ഈ പരാതി പറഞ്ഞതിന് ശേഷം? ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചിരുന്നു. വീട്ടിൽ വിളിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നു എന്ന് വീട്ടുകാരെ വിളിച്ച് കൺവിൻസ് ചെയ്യാൻ നോക്കിയിരുന്നു. ഞങ്ങൾ വീട്ടുകാർ അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരുന്നത് എന്ന് ഓഫീസിൽ നിന്ന് വിളിച്ച് ചോദിച്ചിരുന്നു. എന്തായിരുന്നു അനുഭവം? വീട്ടിൽ വിളിച്ച് ചോദിച്ചു. വീട്ടിൽ നമ്മൾ എല്ലാരും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഭീഷണിപ്പെടുത്താണ്. നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്ത് അറിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞത് കൊണ്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ചോദ്യം. വിദ്യാർത്ഥിയുടെ വീട്ടിൽ വരെ വിളിച്ചു പറഞ്ഞു. ദക്ഷിൺ ഞങ്ങളുടെ കോളേജിലുള്ള ഒരു മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രതിഷേധം, നമ്മൾ എസ് എഫ്ഐയുടെ ഭാഗമായിട്ട് ഇവിടെ പ്രതിഷേധം എടുത്ത സമയത്ത് നമ്മുടെ കൂടെ ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി നമ്മുടെ കൂടെ നിന്നപ്പോഴത്തേന് അപ്പം തന്നെ ഇവിടുന്ന് വിളി, ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയുടെ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്താൻ പറഞ്ഞു. ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ആ സ്വന്തം അമ്മ പറഞ്ഞാൽ പോകാതിരിക്കാൻ പറ്റില്ല. വിളിച്ചു പറയാ, ഇവിടെ പ്രതിഷേധിച്ച് കഴിഞ്ഞാൽ TC കൊടുത്ത് പറഞ്ഞു വിടുമെന്നാണ് പറയുന്നത്. ആ തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എസ്കെന് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചർച്ചയ്ക്ക് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് മാനേജ്മെന്റ് പ്രിൻസിപ്പലിന്റെ ആരുടെങ്കിലും പ്രതികരണം ലഭിക്കുമോ എന്ന് നോക്കാം. ഒരു നിമിഷം.
ഞാൻ അത് ചോദിച്ചിരുന്നു, എന്നോട് കയറി വരാൻ പറഞ്ഞിരുന്നു. ഞാൻ അകത്ത് കയറി ചോദിച്ചപ്പോൾ ചർച്ച കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ഞാനല്ലേ ഒരു നിമിഷം. ഇപ്പോൾ വരുന്നൊരു വാർത്ത, തന്ത്രി കണ്ഠരര് രാജീവര് റിമാൻഡിലായി. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്കായി ജാമ്യാപേക്ഷ സമർപ്പിച്ചെന്ന വാർത്തയുണ്ട്. ദേവസ്വം ബോർഡ് കട്ടിള കൊണ്ടുപോകുമ്പോൾ തന്ത്രി എന്ന നിലയിൽ തടയാൻ തനിക്ക് കഴിഞ്ഞില്ലെന്ന് ജാമ്യാപേക്ഷ തന്ത്രി പറയുന്നു. ആചാരലംഘനം നടത്തിയിട്ടില്ല, ഗൂഢാലോചന നടത്തിയിട്ടില്ലെന്നും ജാമ്യാപേക്ഷയിൽ തന്ത്രി കണ്ഠരര് രാജീവര് പറയുന്നു. എന്തായാലും അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഈ അവസരത്തിൽ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം, അരുൺ രാജ് നമുക്കൊപ്പം അല്പസമയത്തിനകം. അരുൺ രാജ്, ഇതിന്റെ ഈ റിമാൻഡിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അനുസരിച്ച് ഈ ആചാരലംഘനം നടത്താൻ ഇദ്ദേഹം കൂട്ടുനിന്നു എന്നല്ലേ പറയുന്നത്? തീർച്ചയായും ഇപ്പോൾ 14 ദിവസത്തേക്കാണ് തന്ത്രി കണ്ഠരര് രാജീവിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് വൈദ്യസഹായം നൽകാൻ ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തനിക്ക് വൈദ്യസഹായം വേണം, ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ എയ്ഡ് നൽകാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കോടതി നൽകിയിട്ടുള്ളത്. അത് തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകർ ഇക്കാര്യം കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെടുകയായിരുന്നു. 14 ദിവസത്തേക്കുള്ള റിമാൻഡാണ് ഇപ്പോൾ കണ്ഠരര് രാജീവിനെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കോടതി ഇനി കടക്കുക. അതേസമയം തന്നെ ഒരു ജാമ്യാപേക്ഷ കൂടി ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകർ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ തനിക്ക് കൃത്യമായ പങ്കില്ല, താൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, താൻ ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ മാത്രമാണ് ചെയ്തത്, ദേവസ്വം ബോർഡ് പറഞ്ഞ പ്രകാരം ചെയ്തു എന്നതിനപ്പുറം തനിക്ക് ഇതുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമില്ല എന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണ് തന്ത്രി കണ്ഠരര് രാജീവർ. അതുപോലെ തന്നെ ഇതിൽ ആവശ്യമെങ്കിൽ ഈ ജയിലിനുള്ളിൽ വൈദ്യസഹായം നൽകണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ കോടതി നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. കാരണം തനിക്ക് വൈദ്യസഹായം വേണം, കണ്ഠരര് രാജീവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതി മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകിയ വിവരത്തിൽ പറയുന്നുണ്ട്. ഇതിനുകൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ മാസം 23 വരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഈ റിമാൻഡ് കാലാവധിക്കിടയിൽ സ്വാഭാവികമായും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. അന്വേഷണ ഉദ്യോഗസ്ഥർ കസ്റ്റഡി അനിവാര്യമാണ് എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയ സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും തന്ത്രി കണ്ഠരര് രാജീവർ ഈ മാസം 23 വരെ ഈ റിമാൻഡിലേക്ക് പോവുകയാണ്. ഓക്കെ, അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്തുനിന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഗൂഢാലോചനയിൽ തന്ത്രി കണ്ഠരര് രാജീവർ പങ്കാളിയാണെന്ന് SIT റിപ്പോർട്ട് വന്നിരുന്നു. ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കോടതി 14 ദിവസത്തേക്ക് തന്ത്രിയെ റിമാൻഡ് ചെയ്തു എന്ന വാർത്തയാണ് വരുന്നത്. കട്ടിളപ്പാളി കേസിലാണ് തന്ത്രിയുടെ അറസ്റ്റ് ഉണ്ടായതും ഇപ്പോൾ റിമാൻഡിൽ 14 ദിവസം അദ്ദേഹം ജയിലിനുള്ളിലാകുന്നു. ജയിലിൽ അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകണം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും ഈ തന്ത്രി ഇടപെട്ടില്ല എന്നും SIT പറയുന്നു. ഈ 13-ാം പ്രതിയാണ് അദ്ദേഹം പ്രതികൾക്കൊപ്പം ചേർന്ന് ലാഭമുണ്ടാക്കിയെന്നാണ് വിവരം. ഇപ്പോൾ അദ്ദേഹം 14 ദിവസം റിമാൻഡിലായ സാഹചര്യത്തിൽ നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേരുകയാണ്. വിജയകുമാർ, അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു എന്നും അത് SIT തന്ത്രി അറസ്റ്റ് ചെയ്തത് നമ്മളൊന്നും അത്ര പ്രതീക്ഷിച്ച കാര്യമല്ല. എന്നാൽ ദൈവതുല്യനായ ഏതോ ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പത്മകുമാർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആരായിരിക്കും അതെന്ന ഉത്കണ്ഠയിലായിരുന്നു. ഇപ്പോൾ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ ഇരുന്നത് ഇങ്ങനെ ഒരു തന്ത്രിയാണ് എന്നറിയുമ്പോൾ നമ്മളൊക്കെ അക്ഷരാർത്ഥത്തിൽ മാനം കെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പറയൂ വിജയകുമാർ. ദൈവതുല്യനായ ആള് തന്ത്രിയോ മന്ത്രിയോ എന്നായിരുന്നു അന്നുയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഉത്തരം അത് തന്ത്രിയാണ് എന്നതാണ്. ഇനി തന്ത്രിക്ക് മുകളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ മറ്റു പ്രതികളെ പോലെ തന്നെ ഇതിലെ ഗൂഢാലോചനയിൽ തന്ത്രി നേരിട്ടോ അല്ലാതെയോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെ കട്ടിളപ്പാളിയും അതിലെ പ്രഭാമണ്ഡലവും ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്തോട്ട് പോകുമ്പോൾ അത് ആചാരവിരുദ്ധമാണ് എന്നറിയാമായിരുന്നിട്ടും അദ്ദേഹം കണ്ണടച്ചു. അങ്ങനെ കണ്ണടച്ച് അതിന് മൗനാനുവാദം നൽകിയതിന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടി, ലാഭത്തിന്റെ പങ്ക് കിട്ടി എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. അത് കേവലം ഏതെങ്കിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല SIT ആ നിഗമനത്തിലേക്ക് എത്തുന്നത്. SIT ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് അവർക്ക് ലഭിച്ച ചില മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട്, ചില വസ്തുതാപരമായ തെളിവുകളുണ്ട്, ചില പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളുണ്ട്. അങ്ങനെ സാക്ഷിമൊഴികളും മറ്റു തെളിവുകളും ഉൾപ്പെടെ സമാഹരിച്ചതിനു ശേഷമാണ് SIT വളരെ പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിലെ തന്ത്രിയെ ഒരു അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്, അതും അവിടുത്തെ സ്വർണം കട്ട കേസിൽ അറസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങേയറ്റത്തെ ജാഗ്രത SIT അതിലെടുത്തിട്ടുണ്ട്. 1, 2, 3 തവണ ഈ തെളിവുകൾ അപഗ്രഥിച്ചിട്ടായിരിക്കും സ്വാഭാവികമായും SIT
ആ നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക. ഏതെങ്കിലും തരത്തിൽ കോടതിയിലൊക്കെ തിരിച്ചടിയുണ്ടായാൽ അത് SITയുടെ ഇതുവരെയുള്ള നീക്കങ്ങളെ, SITയുടെ ഉദ്ദേശശുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നവർക്കറിയാം. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ വലിയ ജാഗ്രത SIT സ്വാഭാവികമായും എടുത്തിട്ടുണ്ടാകാം. നമ്മൾ കരുതുന്നത് ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച SIT ഹൈക്കോടതിയിൽ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ, അതായത് ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ SITയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ചേംബറിൽ ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാരുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്വേഷണത്തിന്റെ പുരോഗതി വാക്കാൽ ആ ഘട്ടത്തിൽ ഹൈക്കോടതിയെ SITയുടെ തലവൻ അറിയിച്ചിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ആ ഘട്ടത്തിൽ തന്ത്രിയിലേക്ക് അന്വേഷണം നീളുന്നതും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ടാകാം. നമ്മളുടെ മുന്നിൽ ഔദ്യോഗികമായി അതിന് തെളിവുകളൊന്നുമില്ല. പക്ഷേ ഇത്തരം പ്രധാനപ്പെട്ട അറസ്റ്റ് ഹൈക്കോടതിയെ അനൗദ്യോഗികമായിട്ടെങ്കിലും SIT അറിയിച്ചിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത. ഇനി 19-നാണ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് വീണ്ടും കൊടുക്കേണ്ടത്. ആ ഘട്ടത്തിൽ ഇപ്പോഴത്തെ അറസ്റ്റിന്റെ മുഴുവൻ വിവരങ്ങളും SIT അതിന്റെ ഭാഗമാക്കും, ആ ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമാക്കും എന്നതിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി അതിന്റെ ലാഭവിഹിതം, അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് തന്ത്രി കണ്ഠരര് രാജീവര് എന്ന അങ്ങേറ്റം ഞെട്ടിക്കുന്ന, SKN പറഞ്ഞതുപോലെ നമുക്ക് വളരെ ഷോക്കിംഗ് ആയ ഒരു കണ്ടെത്തലാണ് SIT ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്, കൊല്ലം വിജിലൻസ് കോടതി അറിയിച്ചിരിക്കുന്നത്. അത് അയ്യപ്പ വിശ്വാസികളെ, ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്നതും ഞെട്ടലുളവാക്കുന്നതുമാണ്. പക്ഷേ വസ്തുത ഇതാണ്. നമുക്ക് ഇനി എന്താണ് ഇക്കാര്യത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് പറയാനുള്ളതെന്ന് അറിയില്ല. അതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാകാൻ പോകുന്നതേ ഉള്ളൂ. അത് ജാമ്യാപേക്ഷ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദമായ വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രാഥമികമായി കോടതി ഇതൊക്കെ പരിശോധിക്കും. ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിൽ പോലും പ്രാഥമികമായി പരിഗണിക്കും. ആ ഘട്ടത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് അദ്ദേഹത്തിന്റെ ഭാഗം അറിയിക്കുന്നു. ഈ മാസം 23-ാം തീയതി വരെയാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ ഈ അടുത്ത മാസം ജാമ്യാപേക്ഷ 13-ാം തീയതി പരിഗണിക്കും എന്നാണ് വിവരം. അരുൺ രാജ് വീണ്ടും ചേരുന്നു. അരുൺ രാജ്, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ജാമ്യാപേക്ഷ കോടതിക്ക് മുമ്പാകെ ഇന്ന് സമർപ്പിക്കുകയായിരുന്നു. പ്രധാനമായി ഇക്കാര്യത്തിൽ പറഞ്ഞത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല, താൻ സ്വാഭാവികമായും ശബരിമലയുടെ തന്ത്രി എന്ന നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിനപ്പുറം ദേവസ്വത്തിന്റെ ഭരണകാര്യങ്ങളിലോ അവർ ഇടപെടുന്ന കാര്യങ്ങളിലോ താൻ ആജ്ഞ കൊടുക്കുകയോ അനുമതി കൊടുക്കുകയോ ചെയ്തിട്ടില്ല. ഇക്കാര്യങ്ങൾ തനിക്ക് അറിവുള്ളതല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു തന്ത്രവിദ്യ പഠിച്ച വ്യക്തി എന്നതിനപ്പുറം ഒരു ബ്രാഹ്മണൻ എന്നീ കാര്യങ്ങൾ മാത്രമാണ് അറിയാവുന്നത്. അതിനപ്പുറം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും തനിക്കില്ല എന്നുള്ളതാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം. ആചാരലംഘനം ഉണ്ടായിട്ടില്ല, ആചാരലംഘനം ഉണ്ടാക്കാനല്ല താൻ അവിടെ ശ്രമിച്ചിട്ടുള്ളത്. ആചാരലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളും താൻ അവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് എടുത്ത ഒരു നയപരമായ കാര്യത്തിൽ ഇടപെടാനുള്ള അധികാരമോ അത്തരത്തിലുള്ള ശേഷിയോ തന്നെ സംബന്ധിച്ച് അവിടെ ഇല്ല. അത് തന്ത്രി എന്ന നിലയിൽ തന്റെ അധികാര പരിധിയല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഗൂഢാലോചന നടത്തിയിട്ടില്ല. ഇതിനാൽ താൻ ഈ കേസിൽ തനിക്കെതിരെ നടത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അത് പൂർണ്ണമായും താൻ തള്ളിക്കളയുകയാണ്. തനിക്ക് ഇക്കാര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നതായിരുന്നു. എന്തായാലും ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കണം എന്ന നിർദ്ദേശമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 13-ലേക്ക് ഈ കേസ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത്. അതേസമയം ഈ തനിക്ക് ചില ശാരീരിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടി തന്ത്രി കണ്ഠരര് രാജീവർ മജിസ്ട്രേറ്റ് മുമ്പാകെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ മെഡിക്കൽ എയ്ഡ് അത് ജയിലിനുള്ളിലായാലും കൊടുക്കണം, വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കണം. വൈദ്യപരിശോധന ഇക്കാര്യത്തിൽ തുടർച്ചയായി ആവശ്യപ്പെട്ടാൽ അത് നൽകണം എന്ന ആവശ്യം കൂടി കോടതി ഇപ്പോൾ വാക്കാൽ നിർദ്ദേശമായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട 13 ഈ ചൊവ്വാഴ്ചയാണ് ഈ കേസ് കോടതി ഇനി പരിഗണിക്കുക. ആ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ SIT ചോദിക്കും. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ SIT ഈ തന്ത്രി കണ്ഠരര് രാജീവിനായി ഒരു കസ്റ്റഡി അപേക്ഷ കൂടി കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ വിശദമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട്, റിമാൻഡ് റിപ്പോർട്ടാണ് കോടതിക്ക് മുമ്പാകെ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അക്കമിട്ട് നിരത്തുന്നു എന്തൊക്കെ കാര്യങ്ങളിലാണ് തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നത്, കണ്ടെത്തൽ എന്തൊക്കെയാണ് എന്നുള്ളത്. ഈ 1, 9 അതുപോലെ തന്നെ 10 പ്രതികൾക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കുന്നതിനും ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ഇടപെടൽ അക്കാര്യത്തിൽ തന്ത്രി നിലയിൽ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ തങ്ങളുടെ പക്കലേക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ തന്ത്രി നിലയിൽ അവിടെ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ചുമതലയുണ്ട്. ആചാരങ്ങൾ അനുഷ്ഠാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെട്ടില്ല എന്ന ഗുരുതരമായ പരാമർശം കൂടി ഇപ്പോൾ ഈ SITയുടെ അറസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിമാൻഡ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു. മറ്റൊന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം, അതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നുള്ളതായിരുന്നു ആദ്യവാദം.
ഇദ്ദേഹത്തിന്റെ വാദം. പക്ഷേ അത് കളവാണെന്ന് പിന്നീട് തങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അതിനാൽ തന്നെ ഇതിൽ ഒരു ചില സസ്പീഷ്യസ് ആയ ഘടകങ്ങൾ കൂടി ഉണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് തങ്ങൾക്ക് പോകാൻ അനുമതി നൽകണം എന്നതാണ് ഈ പ്രതിയെ ജാമ്യത്തിൽ വിടരുതെന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് സിജു രാജൻ വാദിക്കുകയായിരുന്നു. തുടർന്നാണ് ഇതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 13-ന് ഈ കേസുമായി ബന്ധപ്പെട്ട തുടർവാദങ്ങൾ ഉണ്ടാകും, ജാമ്യാപേക്ഷയിൽ വാദങ്ങൾ ഉണ്ടാകും. അതുവരെ റിമാൻഡിലേക്ക് പോകട്ടെ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹത്തെ തിരുവനന്തപുരം ജയിലിൽ എത്തിക്കും. അതിനു മുമ്പ് ആവശ്യമെങ്കിൽ വൈദ്യസഹായം നൽകും എന്നുള്ള വിവരമാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. റിമാൻഡ് റിപ്പോർട്ടിനെ കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. ഓക്കെ, താങ്ക് യു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സമീപ ദിവസങ്ങളിലായി ഏറ്റവും ആദ്യം ഒരുപാട് ബ്രേക്കിംഗ് ന്യൂസുകൾ നൽകിയ ആളാണ് ഞങ്ങളുടെ കൊല്ലത്തെ റിപ്പോർട്ടർ അരുൺ രാജ്. നമുക്കിനി ഒരു ചെറിയ ഇടവേള പോകണം. ഇടവേള കഴിയുമ്പോൾ ഈ തന്ത്രി ഈ തെറ്റുകാരനല്ല എന്ന് പറയുന്ന കുടുംബാംഗങ്ങൾ, രാഹുൽ ഈശ്വരനെ പോലുള്ള ആൾക്കാരുണ്ട്. അവരുടെ വാദഗതികൾ കൂടി എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരും ഇടവേളയ്ക്ക് ശേഷം. ബ്രേക്ക്. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ഒരു ക്ലോസ് 14 പ്രകാരം ഈസ് ഒൺലി സബോർഡിനേറ്റ്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ ഒപ്പീനിയൻ പ്രകാരം അനുജ്ഞ വാങ്ങി കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് വേറൊരു ആശ്ചര്യകരമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചിട്ടില്ലെന്നുള്ളതാണ്. അനുജ്ഞ വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് തന്ത്രിയും ദേവനും തമ്മിലുള്ള വിഷയമാണ്. അത് ദേവസ്വം രേഖകളിലെങ്കിൽ തന്നെ രേഖപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇത്തരത്തിലുള്ള കൺക്ലൂഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പ്രതിയാക്കിയിരിക്കുന്നത്. നിലവിലുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് റോങ്ഫുൾ ഗെയിനോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടായതായിട്ട് യാതൊരു ആരോപണവുമില്ല. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ട് നിരന്തരമായി അദ്ദേഹം ഫോണിൽ കൂടിയോ മറ്റു പ്രകാരത്തിലോ ബന്ധപ്പെട്ടതായിട്ടും യാതൊരു ആരോപണങ്ങളുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ കല്യാണത്തിന് ഈ ഒന്നാം പ്രതി വന്നിട്ടുണ്ടാവാം. അതീ പറയുന്ന നമുക്ക് മനസ്സിലാക്കുന്ന പല സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളും പൊതുജനത്തിൽ ഏറെ ഈ തന്ത്രിയെ പോലെ ആ പൊസിഷനിലിരിക്കുന്ന ആളുകൾ ഇപ്പം പൊതുവിൽ എല്ലാവരും വിളിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അയാളെ വിളിച്ചിട്ടുണ്ടാവണം. ഒരുപക്ഷെ ഇങ്ങനൊരു ക്രൈം ഉണ്ടായാൽ അയാളെ വിളിക്കത്തുമില്ല. ഞാൻ പറയുന്നത് ഇത്തരത്തിൽ കുറ്റകരമായ ഗൂഢാലോചന 120B എന്നൊക്കെ പറയുന്നത് അതിനെ സംബന്ധിച്ചിട്ട് കോൺക്രീറ്റ് എവിഡൻസ് ഒന്നും ഈ കേസിലില്ല. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് മുഴുവൻ റിമാൻഡ് റിപ്പോർട്ടുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ആചാരലംഘനം നടത്തിയെന്നാണ്. ഈ ആചാരലംഘനം എന്ന് പറയുന്ന വേർഡ് ഇന്ത്യൻ നിയമപ്രകാരം IPC പ്രകാരമോ PC ആക്ട് പ്രകാരമോ ഒരു ഒഫൻസേ അല്ല. അപ്പോൾ അനുജ്ഞ നടത്താത്തതുകൊണ്ട് ആചാരലംഘനം നടന്നു. ആചാരലംഘനത്തിന് അദ്ദേഹം ഇടവരുത്തി ഈ സാധനം എടുത്ത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലേ, ഇതിനകത്ത് കേരളത്തിൽ ഇത്രയും പ്രഗത്ഭനായിട്ട് ഒരു ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഒരാളെ രാവിലെ അറസ്റ്റിൽ സ്റ്റേറ്റിലെ കൈവശം കിട്ടിയിട്ട് നിങ്ങളൊന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന്റെ മൗലികാവകാശം കോടതിയിൽ കേസ് പ്രസന്റ് ചെയ്യാനുള്ള മൗലികാവകാശം നിഷേധിച്ചുകൊണ്ട്, ഞാനന്ന് കോടതിയിലും പറഞ്ഞത്, മൗലികാവകാശം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്ര മണിക്ക് ഹാജരാക്കിയത്? നിങ്ങൾ നിൽക്കുമ്പോൾ 8 മണിക്കാണ് കൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത്? അത് കൃത്യമായിട്ട് 9ഉം 10ഉം ഒക്കെ അവധിയായി. ഇനി 12-ാം തീയതി കോടതി അവധിയാണ്. 13-ാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കും. ഒന്നാം പ്രതിക്ക് ഒത്താശ എന്ന് പറയുന്നത്, ആ ഒത്താശ ഈ വകുപ്പുകൾ പ്രകാരം ഒത്താശയെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു റോങ്ഫുൾ ഗെയിൻ, അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി ഒരു ലാഭം ക്യാഷ് ഓർ കൈൻഡിൽ ഉണ്ടാകണ്ടേ? അത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല, റിപ്പോർട്ടിലുമില്ല. അവർ അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് പറയുന്നത്. ഒരാളുടെ പേഴ്സണൽ ലിബർട്ടിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. ലാഭം ഉണ്ടാക്കിയതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജുഡീസ് ആവും. SIT അറസ്റ്റ് ചെയ്ത തന്ത്രി അദ്ദേഹം ഇപ്പോൾ 14 ദിവസം റിമാൻഡിലായി എന്ന വാർത്ത വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ മാധ്യമപ്രവർത്തകരെ കാണുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തോട് SIT നീതിപൂർവമായി പെരുമാറിയില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. SIT നടത്തിയ ഏറ്റവും വലിയ നീക്കമായിരുന്നു ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ്. കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കൊണ്ടുപോയിട്ടും തന്ത്രി ഇടപെട്ടില്ല. പ്രതികൾക്കൊപ്പം ലാഭമുണ്ടാക്കി 13-ാം പ്രതിയായി മാറി. വിജയകുമാർ, ശരിക്കും ഈ തന്ത്രിയുടെ കുടുംബാംഗം, എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ തന്നെ ഇന്ന് വിജയകുമാറിനോട് കുറച്ചധികം സമയം നമ്മുടെ ചാനലിൽ തന്നെ തർക്കിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കുടുംബാംഗങ്ങൾ അവരെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്, പ്രത്യേകിച്ച് തന്ത്രിയെ? എസ്കൻ, ഇതിൽ തന്ത്രി അല്ലെങ്കിൽ തന്ത്രിയുടെ വക്താക്കൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ അനുജ്ഞ, അതായത് ശബരിമല ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ആ ക്ഷേത്രത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും അവസാനം മറുപടി പറയേണ്ടത് തന്ത്രിയാണ്. അത് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തന്ത്രി പറയുന്ന കാര്യങ്ങളിൽ സാധാരണ കോടതികൾ പോലും ഇടപെടാറില്ല. കാരണം അത് ആചാരവുമായി ബന്ധപ്പെട്ട
അവിടുത്തെ ആധ്യാത്മികവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അതിൽ സാധാരണ കോടതികൾ പോലും ഇടപെടാറില്ല. ഇപ്പോൾ ശബരിമലയിലെ ഇപ്പോൾ ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി നവീകരിക്കുക, അല്ലെങ്കിൽ കട്ടിളപ്പാളി നവീകരിക്കുക, അല്ലെങ്കിൽ അയ്യപ്പൻ്റെ വിഗ്രഹവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളിൽ അവസാന തീർപ്പ് കൽപ്പിക്കുന്നയാൾ തന്ത്രിയാണ്. അപ്പോൾ ഇവിടെ സ്വർണ്ണപ്പാളി നവീകരണത്തിന് തന്ത്രിയുടെ അനുജ്ഞ ഉണ്ടായിരുന്നു എന്നതാണ് ദേവസ്വം ബോർഡ്. ഇപ്പോൾ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായപ്പോൾ അവരൊക്കെ പറഞ്ഞതാണ് അവർക്ക് തന്ത്രിയുടെ അനുമതിയോടെയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ തന്ത്രി കേവലം ഇത്തരമൊരു ആവശ്യം വരുമ്പോൾ അതിന് അനുമതി നൽകുക മാത്രമാണ്. അത് എന്താണ് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടപടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ യാതൊരു തരത്തിലുള്ള പങ്കും തന്ത്രിക്കില്ല. ദേവസ്വം ബോർഡ് ഇതാ ഈ ക്ഷേത്രത്തിലെ ഇന്ന ഭാഗങ്ങളിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് നവീകരിക്കണമെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തന്ത്രി പറയില്ല. അത് വൃത്തിയായി ഇരിക്കട്ടെ എന്നതുകൊണ്ട് അതിന് അനുമതി നൽകുകയാണ് പതിവ്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല എന്നതാണ് ഇതിൽ തന്ത്രി കുടുംബാംഗങ്ങളുടെ വക്താക്കൾ ഉന്നയിക്കുന്ന ഒരു ന്യായം. ആ ന്യായം മുഖവിലക്കെടുത്ത് അല്ല SIT മുന്നോട്ട് പോയിരിക്കുന്നത്. അതിൽ SIT പറയുന്നത് ഇതാണ്: അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു നവീകരണത്തിന് അനുമതി ചോദിക്കുമ്പോൾ തന്ത്രി അതിന് അനുജ്ഞ നൽകുകയാണ് എങ്കിൽ ആ അനുജ്ഞ നൽകിയതിൻ്റെ ഭാഗമായി ഒരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട്, ഒരു ലാഭവിഹിതം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അത് ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് SIT പറയുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിലെ ദ്വാരപാലക പാളികൾ, ശില്പത്തിലെ പാളികൾ നമുക്കറിയാം, അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിലെ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കട്ടിളപ്പാളി കേസിലാണ്. ആ കട്ടിളപ്പാളിയിലും സമാനമായ ക്രമക്കേടും തട്ടിപ്പും സ്വർണ്ണമോഷണവും നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്വർണ്ണമോഷണത്തിന് കൂട്ടുനിൽക്കുന്ന തരത്തിൽ തന്ത്രി ഇടപെടൽ നടത്തിയെന്നതാണ് SITയുടെ കണ്ടെത്തൽ. അങ്ങനെ ഇടപെടൽ നടത്തിയപ്പോൾ ആ സ്വർണം അവിടെ നിന്ന്, ഇപ്പോൾ ആ കട്ടിളപ്പാളി അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുജ്ഞ നൽകുക വഴി ആ ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയും അതിൻ്റെ ഭാഗമായ ലാഭവിഹിതം തന്ത്രിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഒരു സർവാധികാരിക്കാരനെ പോലെ ഇടപെടാൻ, എല്ലായിടത്തും കയറി ചെല്ലാൻ, എപ്പോഴും അവിടെ വരാൻ തക്ക നിലയിൽ അയാളെ കരുത്തനാക്കിയത്, അയാൾക്ക് അവസരമൊരുക്കിയത് കണ്ഠരര് രാജീവരാണ് എന്നതാണ് SITയുടെ മറ്റൊരു നിരീക്ഷണം, ഒരു കണ്ടെത്തൽ അതാണ്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള അടുത്ത ബന്ധം, ആ ബന്ധം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പല ആവശ്യങ്ങൾ ഉപയോഗിച്ചു, അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ എത്തി നിൽക്കുന്നു എന്നതാണ് SITയുടെ നിഗമനം. അതാണ് SIT മുന്നോട്ട് വയ്ക്കുന്നത്. അതിനൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി ഒക്കെ നടക്കുന്നത് ഇനി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിലായിരിക്കും. ആ സമയത്ത് എന്താണ് തന്ത്രി കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ തന്ത്രിക്ക് നിയമപരമായി പറയാനുള്ളത് എന്നത് ആ ഘട്ടത്തിൽ കോടതിയിൽ അറിയാം. അതിന്റെ സൂചന അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഇപ്പോൾ നൽകിയിരിക്കുന്ന അനുജ്ഞ നൽകുക എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ശിക്ഷാ നിയമം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അനുജ്ഞ നൽകി അല്ലെങ്കിൽ ഒരു ആചാര കാര്യം അതിന് അനുമതി നൽകി എന്നത് ഏതെങ്കിലും ഒരു തരത്തിൽ ശിക്ഷാർഹമായ എന്തെങ്കിലും ഒന്നാണോ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യമാണോ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതായിരിക്കും കോടതിയിൽ വരാൻ പോകുന്ന ഏറ്റവും വലിയ വാദം. തന്ത്രി കുടുംബത്തെ സംബന്ധിച്ച്, തന്ത്രിയെ സംബന്ധിച്ച് അതിന് SIT എന്തൊക്കെ മറുപടി പറയും എന്നതൊക്കെ 13-ന് ഈ ജാമ്യാപേക്ഷ കോടതി വിശദമായി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാകും. തന്നെയുമല്ല, മുഴുവൻ വിവരങ്ങളും ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ മുഴുവനൊന്നും ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഒന്നും ഭാഗമാക്കില്ല. അതിൽ പ്രാഥമികമായ കാര്യങ്ങൾ മാത്രമേ SIT പറയൂ. അവിടെയും അവരെത്രയും പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അവരുടെ കണ്ടെത്തലുകളൊക്കെ അവർ കോടതിയിൽ സമയാസമയങ്ങളിലായിരിക്കും അറിയിക്കുക. ഓക്കെ, താങ്ക് യു S. വിജയകുമാർ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിഞ്ഞതുപോലെ SIT അറസ്റ്റ് ചെയ്ത കണ്ഠരര് രാജീവ് 14 ദിവസം റിമാൻഡിലായി അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്ന് വന്ന ഏറ്റവും വലിയ വാർത്ത. SIT വളരെ മണിക്കൂറുകൾ നീണ്ടുപോയ ചോദ്യം ചെയ്യലിനൊടുവിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത്. തന്ത്രിയുടെ അറസ്റ്റ് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രപരമായ എല്ലാ സഹായങ്ങളും ചെയ്യണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 13-ാം തീയതി കേസ് വിശദമായി കോടതി പരിഗണിക്കും. 23-ാം തീയതി വരെ ആയിരിക്കും ഇദ്ദേഹം റിമാൻഡിലാവുക. നമ്മൾ നേരത്തെ കണ്ട വാർത്ത, തിരുവനന്തപുരം തുമ്പ സെൻറ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ്. പെൺകുട്ടികളോട് മോശമായി സംസാരിച്ച അധ്യാപകനെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെടുന്നത്. കുട്ടികളോട് മോശമായി പെരുമാറി എന്നാണ്. ഈ വിഷയത്തിൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഒന്ന് കാണാം. ഈ ക്യാമ്പ് നടത്തുന്നതിന് ചില വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ആ ലക്ഷ്യങ്ങളിൽ എല്ലാവരും ഒരേപോലെ സഹകരിക്കണമെന്നാണ് വ്യവസ്ഥ. അപ്പോൾ അത് സഹകരിക്കാതിരുന്നതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. അതാണ് അദ്ദേഹം പിന്നെ പെട്ടെന്ന് ഇത് ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഉത്തരവാദിത്വം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹം
ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഉമേഷ്, ഈ ക്യാമ്പിൻ്റെ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോയത് കൊണ്ടാണോ അധ്യാപകൻ പെൺകുട്ടിയോട് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നത്? കാരണം കുട്ടികളോട് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അപരാധമാണ്. ഒരു അധ്യാപകൻ്റെ നിലവാരത്തിൽ നിരക്കുന്ന രീതിയല്ല അത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? സെൻറ്റ് സേവിയർസ് കോളേജിലെ കുട്ടികൾ ഈ പ്രതിഷേധം മതിയാക്കി പിരിഞ്ഞു പോകാൻ ഉള്ള സാഹചര്യം എന്തെങ്കിലും ഇവിടെ ഉരുത്തിരിയുന്നുണ്ടോ? ഇല്ല എസ്കേൻ, ഇപ്പോഴും വിദ്യാർത്ഥികൾ ഇവിടെ തന്നെയാണ്. 3:30 മണിക്ക്, അതായത് ഉച്ചയ്ക്ക് ശേഷം 3:30 മണി മുതൽ വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥി പ്രതിനിധികളെ അകത്തേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ അകത്ത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. പ്രിൻസിപ്പൽ അകത്തുണ്ട്. പ്രിൻസിപ്പലിന്റെ ന്യായീകരണം ഈ പറഞ്ഞതുപോലെ അധ്യാപകന്, അതായത് രമേശ് എന്ന് പറയുന്ന അധ്യാപകന് ക്യാമ്പ് നടത്തിപ്പിന്റെ ചില സമ്മർദ്ദമുണ്ടായിരുന്നു. ചില വിദ്യാർത്ഥിനികൾ ഇതിൽ സഹകരിച്ചില്ല. അതേ തുടർന്നാണ് ഇത്തരത്തിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചത്. എന്നാൽ മോശം വാക്കുകൾ ഉപയോഗിച്ചു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതിനും അദ്ദേഹം ചില വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ഈ അധ്യാപകൻ തമിഴ്നാട് കേരള ബോർഡറാണ്, അദ്ദേഹത്തിന്റെ കൊളോക്കിയൽ ലാംഗ്വേജിൽ വന്നതാണെന്ന്. ഏത് കൊളോക്കിയൽ ലാംഗ്വേജിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് ഒരർത്ഥമേ ഉള്ളൂ, അത് സ്ത്രീവിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. എന്തായാലും വിദ്യാർത്ഥിനികളുണ്ട്. നിങ്ങളോടും ഇതേ വിശദീകരണം തന്നെയാണോ ആദ്യം പ്രിൻസിപ്പൽ പറഞ്ഞത്? പ്രിൻസിപ്പലിനോട് വന്ന് ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പ്രിൻസിപ്പൽ ഇത് തന്നെയാണ് പറഞ്ഞത്. സാർ അല്ലെങ്കിലും ഇവിടെ ടീച്ചേഴ്സിന്റെ സ്റ്റാഫ്സിന്റെ മീറ്റിംഗിലും സാർ ഇതേപോലൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ പിന്നെ വെറുതെ പോട്ടേന്ന് വെച്ചിട്ടാണ്. സാറിന്റെ സംസാരം അങ്ങനെയാണ്, തുടക്കം മുതലേ സാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പ്രിൻസിപ്പൽ ആയാലും പറഞ്ഞത്. ഈ വിശദീകരണം തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് പോകേണ്ടി വരുന്നത്? അതെ, ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പ്രിൻസിപ്പൽ സാർ അടുത്ത് പറഞ്ഞിരുന്നു. അന്വേഷണം നടക്കുന്ന സമയം സാറിനെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് സാർ പ്രിൻസിപ്പൽ സാർ അതിനോടുള്ള നടപടി എടുത്തിട്ടില്ല. ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത് അദ്ദേഹത്തിനോട് അവധിയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കാൻ ഒരു അധ്യാപകരുടെ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തനിക്ക് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമല്ല, അത് മാനേജർക്കാണ്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടപടി മാനേജറാണ് എടുക്കേണ്ടത് എന്നാണ്. എന്തായാലും വിദ്യാർത്ഥിനികൾ അവരുടെ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ ഒരു ന്യായീകരണമാണ് അവർ പറയുന്നത്. ഇല്ല, ഇതിനു മുന്നേ നമ്മളിവിടെ സമരം തുടങ്ങി ഒരു 6 മണി അടുപ്പിച്ചായപ്പോഴത്തേക്കും ഒരു ന്യൂസുമായിട്ട് പുറത്ത് വന്നിരുന്നു. വിദ്യാർത്ഥികളെ 1-2 പേര് കയറി സംസാരിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞത് 2 ദിവസത്തേക്ക് വേണമെങ്കിൽ സസ്പെൻഷൻ തരാം എന്ന്. അധികാരം ഇല്ലയെന്നും അവർ തന്നെയാണ് പറയുന്നത്. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് 2 ദിവസം സസ്പെൻഷൻ തരാം എന്നും അവർ തന്നെയാണ് പറയുന്നത്. ഇതെന്താ അടിസ്ഥാനത്തിലാണ് മാറ്റി പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പരാതികൾ നൽകിയ വിദ്യാർത്ഥികളുടെയും വീടുകളിൽ വിളിച്ച് മാനേജ് വിളിച്ചിരുന്നു. എൻ്റെ വീട്ടിലും ഇതേപോലെ ഈ 14 കുട്ടികളുടെ വീട്ടിലും വിളിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞാണോ ഇത് ചെയ്യുന്നത്, നിങ്ങളും കൂടെ അറിഞ്ഞാണോ ഈ പരാതി കൊടുത്തിരുന്നെന്നുള്ള രീതിയിലാണ് സംസാരം. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ അറിയാം. എന്തായാലും എസ്കേൻ അകത്ത് ചർച്ച നടത്തുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ പരാതിയിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിദ്യാർത്ഥിനികളുടെ തീരുമാനം. എസ്കേൻ. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ വിദ്യാർത്ഥിനികളോട് അപമര്യാദ പെരുമാറിയ അധ്യാപകനുള്ള പ്രതിഷേധ സൂചകമായ കുറച്ചധികം സമയമായി കുട്ടികൾ സമരത്തിലാണ്, പ്രതിഷേധത്തിലാണ്. ഒരു സംഘർഷ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നേരിയ രീതിയിൽ സംഘർഷത്തിന് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ നമ്മുടെ കൂരായണം ശ്രീനിതാകൃഷ്ണൻ വരും. ബ്രേക്ക്. ഇപ്പോൾ ഒരു അപകടത്തിൻ്റെ വാർത്ത വരുന്നത്. തൃപ്പൂണിത്തുറയിൽ പ്രൈവറ്റ് ബസ് ഇടിച്ച് ഒരു ബൈക്ക് യാത്രികൻ മരിച്ചു എന്നാണ് വാർത്ത. ആലപ്പുഴ സ്വദേശി അനൂപാണ് മരിച്ചത്. നിതിൻ അംബുജൻ ടെലിഫോണിൽ. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിൻ്റെ ദൃശ്യമാണ്. നിതിൻ, പറയൂ, എന്താ സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഈ സംഭവം. അതേ സ്കേൻ, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. തൃപ്പൂണിത്തുറ പേട്ടയിലാണ് സ്വകാര്യ ബസ് ഇടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചത്. ആലപ്പുഴ സ്വദേശി അനൂപാണ് മരിച്ചത്. ഈ അപകടം സംഭവിച്ച ഉടനെ തന്നെ ഈ അനൂപിനെ വൈറ്റിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനൂപിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ടാണ് ഈ അപകടം നടക്കുന്നത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏതാണ്ട് ഒരു 29 സെക്കൻഡ് ദൈർഘ്യമുള്ള CCTV ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമാണ്. അതായത് ഈ ബൈക്ക് യാത്രികൻ യൂട്ടേൺ എടുത്ത് തൊട്ടപ്പുറത്ത് റോഡിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെ അതിവേഗത്തിലെത്തിയ ബസ് ഇടിച്ച് ഈ ബൈക്ക് യാത്രികൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആലപ്പുഴ സ്വദേശി അനൂപാണ് ഈ അപകടത്തിൽ മരിച്ചത്. SK. ഓക്കെ, എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഈ ബൈക്കിൽ പോകുന്നവർ മരിക്കുന്നത് ഇപ്പം അത്ര അസാധാരണമല്ലാത്ത വാർത്തയായി എല്ലാ ദിവസവും വരുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുന്നു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അനുമതി കിട്ടി. ഈ മാസം 28 മുതൽ ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് ബജറ്റ് സമ്മേളനം നടക്കുക. ഫെബ്രുവരി 1-ാം തീയതിയാണ് ബജറ്റ് അവതരണം. ഈ മാസം 29-ന് സാമ്പത്തിക സർവേ സഭയിൽ വയ്ക്കും. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വരുന്നു. പറയൂ അച്യുതൻ.
SKN അങ്ങനെ ബജറ്റ് സമ്മേളനത്തിനുള്ള അനുമതിയാണ് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നൽകിയിരിക്കുന്നത്. ആ തീയതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ മാസം 28 മുതൽ ഏപ്രിൽ 2 വരെ ആയിരിക്കും ഈ ബജറ്റ് സമ്മേളനം. 2026-27 ബജറ്റ് സമ്മേളനം നടക്കുക. 2 ഘട്ടങ്ങളിലായിട്ടാണ് ബജറ്റ് സമ്മേളനം ചേരുന്നത്. ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെ ആയിരിക്കും. രണ്ടാം ഘട്ടം മാർച്ച് 9 ആരംഭിക്കും. ഫെബ്രുവരി 1 ബജറ്റ് അവതരണം. അത് ഞായറാഴ്ചയാണ്. എന്താണ് ആ സാഹചര്യം എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഫെബ്രുവരി 1 ബജറ്റ് അവതരണം ഉണ്ടാവുക. ഈ മാസം 29 സാമ്പത്തിക സർവേ ഇരു സഭകളിലും അവതരിപ്പിക്കുക. ആ സാമ്പത്തിക സർവേ അവതരിപ്പിക്കുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, പുരോഗതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും ആ സർവേയുടെ ഭാഗമായി അവതരിപ്പിക്കും. സംസ്ഥാനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് കൂടി ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക. കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും വാരിക്കോരി കൊടുത്തു എന്നൊരു ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ ഇത്തവണ അത് എങ്ങനെയായിരിക്കും പരിഹരിക്കപ്പെടുക? പ്രത്യേകിച്ച് കേരളമടക്കം നിരവധി ആവശ്യങ്ങൾ മുൻനിർത്തുന്നുണ്ട്. നാളെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ സംസ്ഥാന ധനമന്ത്രിമാരുടെ ഒരു യോഗം കൂടി ബജറ്റുമായി ബന്ധപ്പെട്ട് ചേരുന്നുണ്ട്. SKN. താങ്ക് യു ആർ അച്യുതൻ. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിയുമ്പോൾ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തി ന്യൂസ് എക്സ്പ്രസ് നമ്മൾ ആരംഭിക്കും. ആദ്യം ബ്രേക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. ഇനി ന്യൂസ് എക്സ്പ്രസ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ന്യൂസ് എക്സ്പ്രസ് തുടങ്ങുന്നു. 24 ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠര് രാജീവര് ജയിലിലേക്ക് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് കൊല്ലം വിജിലൻസ് കോടതി. കട്ടിളപ്പാളി കടത്തിയ കേസിൽ തന്ത്രി 13ാം പ്രതിയാണ്. തന്ത്രി ആചാരലംഘനവും നടത്തി. കട്ടിളപ്പാളിയിലെ സ്വർണം, പ്രഭാപാളി എന്നിവ കടത്താൻ കൂട്ടുനിന്ന് തന്ത്രി ലാഭമുണ്ടാക്കിയെന്ന് SIT റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും ശക്തനാക്കിയതും തന്ത്രിയാണ്. കണ്ഠര് രാജീവർക്കായി കുരുക്കായി മാറിയത് പത്മകുമാറിന്റെയും ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ പോറ്റിയുടെയും മൊഴികളാണ്. കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന വാദവുമായി തന്ത്രി. തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് കോൺഗ്രസ്. തന്ത്രിക്ക് മുകളിലാണ് ദേവസ്വം ബോർഡെന്ന് KPCC അധ്യക്ഷൻ. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിട്ട് എന്തായെന്നും സണ്ണി ജോസഫ്. തന്ത്രിയെ നിയന്ത്രിക്കേണ്ട മന്ത്രിയുണ്ടല്ലോ, മന്ത്രി നിയോഗിച്ച ദേവസ്വം ബോർഡുണ്ടല്ലോ. ഇപ്പോഴത്തെ പ്രസിഡന്റിനെയും 2025 പ്രസിഡന്റിനെയും മന്ത്രിയെയും ചോദ്യം ചെയ്തു. അന്നത്തെ മന്ത്രിയെ ചോദ്യം ചെയ്തു. അവരെന്താ പറഞ്ഞതെന്ന് പോലും വ്യക്തമല്ല. അവർക്ക് രാഷ്ട്രീയ കവചം കിട്ടുന്നില്ലെങ്കിൽ, സംരക്ഷണ കവചം കിട്ടുന്നില്ലെങ്കിൽ അവർ ജയിലിലാവുമായിരുന്നു. വമ്പൻ സ്രാവുകൾ ഇനിയുമുണ്ടെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും രമേശ് ചെന്നിത്തല. കൈകൾ ശുദ്ധമെന്ന LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇതിനകത്ത് എന്താണോ ഞങ്ങളുടെ നിലപാട്, ആ നിലപാടിന് മാറ്റമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശബരിമല പ്രശ്നത്തിൽ, സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ കുറ്റം ചെയ്തവരെ നിയമത്തുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കുന്നുണ്ട്. അന്വേഷണം ശരിയായ ദിശയിലെന്ന് കോടതി തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി. തെളിവുകൾ പരിശോധിച്ചാണ് SIT നടപടികളെന്ന സംസ്ഥാന പോലീസ് മേധാവി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECIR രജിസ്റ്റർ ചെയ്തത് കൊച്ചി യൂണിറ്റ്. ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി EDയും പ്രതികൾക്ക് PMLA വകുപ്പും ചുമത്തി. നടൻ വിജയ്ക്ക് തിരിച്ചടി. ജനനായകന്റെ റിലീസിന് മദ്രാസ് ഹൈക്കോടതിയുടെ സ്റ്റേ. റിലീസിന് അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സെൻസർ ബോർഡ്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് പറഞ്ഞത് സെൻസർ ബോർഡിനെ കേൾക്കാതെയെന്ന് ഡിവിഷൻ ബെഞ്ച്. ഹർജി പരിഗണിക്കുന്നത് ഈ മാസം 21-ാം തീയതി. വിവാദങ്ങൾക്കിടെ ശിവകാർത്തികേയൻ ചിത്രം പരാശക്തിക്ക് സർട്ടിഫിക്കറ്റ് നൽകി സെൻസർ ബോർഡ്. മുന്നണികളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം തകൃതി. കേന്ദ്ര സർക്കാരിന് എതിരെ ഫെബ്രുവരി 1 മുതൽ ഇടതുമുന്നണിയുടെ മേഖലാ ജാഥകൾ. ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ശക്തമെന്ന് TP രാമകൃഷ്ണൻ. മുന്നണിയുടെ അടിത്തറ ഭദ്രമായതുകൊണ്ട് തന്നെ കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാനും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നല്ല നിലയിലുള്ള വിജയം കൈവരിക്കാനും കഴിയും എന്നത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രന് വേണ്ടി പേരാമ്പ്ര സീറ്റ് വിട്ട് നൽകില്ലെന്ന മുസ്ലിം ലീഗ്. തൃക്കരിപ്പൂരും ഏറ്റുമാനൂരും കോൺഗ്രസിന് കൈമാറില്ലെന്നും ജോസഫ് വിഭാഗം.
AK ബാലന്റെ ജമാഅത്ത് ഇസ്ലാമി മാറാട് പരാമർശങ്ങളിൽ വിവാദത്തിനായില്ല. മോദിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ വർഗീയതയെയും തരം പോലെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന CPM-ന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണിത്. മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമത്തിന് ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നാവാണ് AK ബാലനെന്ന് K മുരളീധരൻ. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ബിനോയ് വിശ്വം. ചർച്ചയ്ക്കില്ലെന്ന് TP രാമകൃഷ്ണൻ. മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. അധ്യാപകന്റെ ഫോണിൽ വിദ്യാർത്ഥികളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ. അധ്യാപകനെതിരെ CWCക്ക് മൊഴി നൽകി കൂടുതൽ വിദ്യാർത്ഥികൾ. സ്കൂളിലും താമസ സ്ഥലത്തും വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കുട്ടികളുടെ മൊഴി. 24 ഫോളോ അപ്പ്. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ തുണി ആശുപത്രിയിലേക്ക് തന്നെയെന്ന മന്ത്രി OR കേളു. പ്രാഥമികമായിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഈ കുട്ടി അവിടെ പ്രസവം നടന്നത് ശരിയാണ്. പ്രസവം എടുത്തതും ഇന്ന് ഡോക്ടറാണ് നോക്കിയത്. ഈ പറയുന്ന കോട്ടൺ ഈ പറഞ്ഞ ആശുപത്രിയിൽ യൂസ് ചെയ്തിട്ടുള്ള കോട്ടനാണ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെന്ന് 24 പ്രതികരണം. ആരോഗ്യവകുപ്പ് നിയോഗിച്ച അന്വേഷണ സംഘം മാനന്തവാടി മെഡിക്കൽ കോളേജിലെത്തി ഇന്ന് മൊഴിയെടുത്തു. റെയിൽവേ ഭൂമി അഴിമതി കേസിൽ ലാലു പ്രസാദ് യാദവിന് തിരിച്ചടി. ലാലുവും കുടുംബവും വിചാരണ നേരിടണമെന്ന് ഡൽഹി റൌസ് അവന്യൂ കോടതി. CBI കുറ്റപത്രം അംഗീകരിച്ചു. കുറ്റം ചുമത്തുന്നതിനെതിരായ ഹർജി തള്ളി. കോടതി നടപടി റെയിൽവേ ജോലിക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി കൈക്കൂലിയായി വാങ്ങിയ കേസിൽ. വ്യാപാര കരാർ വൈകുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അമേരിക്കൻ വിമർശനം ഇന്ത്യ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ വർഷം മോദിയും ട്രംപും 8 തവണ ഫോണിൽ ചർച്ചകൾ നടത്തിയെന്ന് വിദേശകാര്യ മന്ത്രാലയം. വ്യാപാര കരാർ ചർച്ചകൾ തുടരുകയാണെന്നും വിശദീകരണം. പശ്ചിമബംഗാളിലെ ED റെയ്ഡിനെതിരെ വൻ പ്രതിഷേധവുമായി തൃണമൂൽ കോൺഗ്രസ്. കൊൽക്കത്തയിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വമ്പൻ പ്രതിഷേധ റാലി. അണിനിരന്ന ആയിരങ്ങൾ. ഡൽഹിയിലെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. MP-മാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സുന്നി ഐക്യത്തിന് മധ്യസ്ഥ വഹിക്കാൻ രാഷ്ട്രീയ പാർട്ടി വേണ്ടെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ. സുന്നി ഐക്യത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ. തങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ടതാണ്. അതിനുവേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്. ഒരു മധ്യവർത്തിക്ക് ആദ്യമായി വേണ്ടത് പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ടീമാവുക എന്നതാണ്. 100ാം വാർഷികം ഒരുമിച്ച് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഖലീൽ ബുഖാരി തങ്ങൾ 24നോട്. നാട്ടിൽ തെരുവുനായ ശല്യത്തിന് അറുതിയില്ല. ഇടുക്കി മൂന്നാറിൽ പെൺകുട്ടിക്ക് നേരെ പാഞ്ഞെടുത്ത തെരുവുനായ. നായയുടെ ആക്രമണത്തിൽ നിന്ന് പെൺകുട്ടി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മൂന്നാർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നു. കോഴിക്കോട് മുണ്ടേപ്പാടത്ത് 1 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 4 പേർക്ക് കടിയേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ കുഞ്ഞ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. കക്കോടിയിൽ കുട്ടി ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റു. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനെ ചൊല്ലി പാലക്കാട് കഞ്ചിക്കോട് 5 വയസ്സുകാരിക്ക് നേരെ രണ്ടാനമ്മയുടെ കൊടും ക്രൂരത. കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ചട്ടകം ചൂടാക്കി പൊള്ളിച്ചു. ബീഹാർ സ്വദേശിനി നൂർ നാസർ അറസ്റ്റിലായി. കുട്ടിക്ക് രണ്ടാനമ്മയിൽ നിന്ന് മുമ്പും ക്രൂരമായ ആക്രമണം നേരിട്ടെന്ന പോലീസ്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തും. അടിമാലി ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാട് കേസിൽ മാത്യു കുളനാടൻ MLA-ക്ക് വിജിലൻസ് നോട്ടീസ്. ഈ മാസം 16-ാം തീയതി ഹാജരാകണം. തിരുവനന്തപുരം വിജിലൻസ് ഓഫീസിൽ നേരിട്ടെത്താനാണ് നിർദ്ദേശം. CPI-ക്ക് പരോക്ഷ വിമർശനവുമായി മന്ത്രി AK ശശീന്ദ്രൻ. LDF ഘടകകക്ഷികൾ പ്രത്യയശാസ്ത്ര പ്രശ്നം മുന്നണിക്കകത്ത് ഉന്നയിക്കണം. ഐക്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഘടകകക്ഷി തയ്യാറാകണമെന്നും AK ശശീന്ദ്രൻ 24നോട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടായ ഒരു വീഴ്ചകളിൽ ഒന്ന്
അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു മുന്നണി എന്ന സൽപ്പേരിന് ചില ഘട്ടങ്ങളിൽ ചില പാർട്ടികളുടെ പെരുമാറ്റം സഹായകമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് എന്നാണ്. CPIM CPI പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തെന്ന മന്ത്രി ചിഞ്ചു റാണിയുടെ മറുപടി. വീണ്ടും മത്സരിക്കാനുള്ള ആഗ്രഹം മറച്ചുവെക്കാതെ മുകേഷ് MLA പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. പൊതുപ്രവർത്തകനായും നടനായും തുടരുമെന്നും മുകേഷ്. പാർട്ടി പറയട്ടെ, ആ സമയം വരട്ടെ, അപ്പം വീണ്ടും തീരുമാനിക്കാമല്ലോ. പാർട്ടി ആ സമയത്ത് എന്ത് തീരുമാനിക്കുന്നു അത് നമ്മൾ ആ തീരുമാനത്തിൽ നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കില്ല. അത്രയും. മുകേഷിന് ഇനി സീറ്റ് നൽകേണ്ട എന്ന നിലപാടിൽ CPIM. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം വ്യാപിക്കുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി. സൈനിക നടപടി തുടരുമ്പോഴും പിന്മാറാത്ത പ്രക്ഷോഭകർ. ഇറാനിൽ രക്ഷപ്പെടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. ഇറാനിൽ ഇടപെടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. പെൺകുട്ടികളോട് മോശമായി സംസാരിച്ച അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം. പീരിയഡ്സ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? പാവാട വന്ന് പൊന്നിച്ച് നോക്കാൻ പറ്റില്ല എന്നും അതുപോലെ നിങ്ങൾ സെൽഫ് എസ്റ്റീമും കോൺഫിഡൻറ്റും അല്ലെങ്കിൽ നിങ്ങൾ പോയി ചത്തോളൂ എന്നും. ചത്തോളൂ എന്നുള്ള ടേമൊക്കെ ഒരു പബ്ലിക്കിന് മുമ്പിൽ ആരെങ്കിലും യൂസ് ചെയ്യുമോ? അതൊരു അധ്യാപകൻ. ഇത് ഞങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ചോദിച്ചു, താങ്കൾക്ക് തെറ്റായി തോന്നിയില്ലേ എന്നുള്ളത്. ആൾ പറയണേ ഇല്ല, എനിക്ക് തോന്നിയില്ല, മാപ്പ് പറയുകയും ചെയ്യില്ല. രാത്രിയിലും വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത പ്രതിഷേധം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നടക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും അധ്യാപകനെതിരെ നടപടി വൈകുന്നുവെന്ന വിദ്യാർത്ഥികൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അനുമതി. ഈ മാസം 28-ാം തീയതി മുതൽ ഏപ്രിൽ 2-ാം തീയതി വരെ 2 ഘട്ടങ്ങളിലായിട്ട് ബജറ്റ് സമ്മേളനം. ഫെബ്രുവരി 1-ാം തീയതി ബജറ്റ് അവതരണം. പത്തനംതിട്ടയിൽ GST ഉദ്യോഗസ്ഥർ ചമഞ്ഞ വൻ തട്ടിപ്പ്. GST വകുപ്പ് റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചായിരുന്നു തട്ടിപ്പ്. 3 പേരെ ക്രൈംബ്രാഞ്ച് പിടികൂടി. സംഘം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 45 ലക്ഷം രൂപ തട്ടിയെടുത്തു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ അഴിമതി അന്വേഷിക്കണമെന്ന് CPM ആവശ്യം. മുൻ പ്രസിഡന്റിന്റെ അഴിമതി അന്വേഷിക്കണമെന്ന് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത് സ്ഥാനമൊഴിഞ്ഞ വൈസ് പ്രസിഡന്റ്. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പാർട്ടി നടപടി സ്വീകരിച്ചില്ലെന്നും വിമർശനം. പ്രതികരിക്കാതെ ജില്ലാ സെക്രട്ടറി. വിവാദങ്ങൾക്കൊടുവിൽ പുതിയ ഓഫീസ് തുറന്ന് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത്. ശാസ്തമംഗലത്ത് നിന്ന് മരുതൻകുഴിയിലേക്കാണ് ഓഫീസ് മാറ്റിയത്. വിവാദങ്ങൾക്ക് സ്ഥാനമില്ല, ജനങ്ങളുടെ കാര്യം നോക്കലാണ് പ്രധാനമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പുതിയ ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. ശാസ്തമംഗലത്ത് നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള മരുതൻകുഴി ജംഗ്ഷനിലാണ് MLAയുടെ ഓഫീസ് ഇന്നു മുതൽ പ്രവർത്തിക്കുക. ഓഫീസ് കെട്ടിടത്തെ ചൊല്ലി കൗൺസിലർ R ശ്രീലേഖയും VK പ്രശാന്ത് MLAയും തമ്മിലുള്ള തർക്കം വലിയ വിവാദമായിരുന്നു. സംസ്ഥാനത്തെ സിനിമാ സംഘടനകൾ ഈ മാസം 22-ാം തീയതി സൂചനാ പണിമുടക്ക് നടത്തും. തിയേറ്ററുകൾ അടച്ചിടുന്നതിന് പുറമെ ഷൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സിനിമാ നിർമ്മാണവും നിർത്തിവെക്കും. GSTക്ക് പുറമെയുള്ള വിനോദ നികുതി പിൻവലിക്കുക, തിയേറ്ററുകൾക്ക് പ്രത്യേക വൈദ്യുതി താരിഫ് നടപ്പാക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായും സംഘടനകൾ ഇപ്പോൾ ഉയർത്തുന്നത്. കണ്ണൂർ ഇരിട്ടി പാലത്തുംകടവിൽ കടുവ ഭീതി. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ 4 പശുക്കളെ കൊന്നു. കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ. ആലപ്പുഴയിൽ വീണ്ടും ആശങ്കയായി പക്ഷിപ്പനി. 4 പഞ്ചായത്തുകളിൽ രോഗം സ്ഥിരീകരിച്ചു. അമ്പലപ്പുഴ നോർത്ത്, അമ്പലപ്പുഴ സൗത്ത്, കരുവാറ്റ, പള്ളിപ്പാട് പഞ്ചായത്തുകളിൽ ജാഗ്രത. 13,000-ലധികം വളർത്തു പക്ഷികളെ കൊല്ലും. പക്ഷികളുടെ മാംസവും മുട്ടയും വിൽക്കാൻ പാടില്ലെന്ന നിർദ്ദേശം. ഇതോടെ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് വിശദമായി. മകളുടെ വിവാഹത്തിനായി നാട്ടിലെത്തിയ പ്രവാസിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സർക്കാർ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. പബ്ലിക് ലോ റെമഡി അനുസരിച്ചാണ് ജസ്റ്റിസ് PM മനോജ് കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തലശ്ശേരി കതിരൂർ സ്വദേശി താജുദ്ദീനെയാണ് ചക്കരക്കൽ പോലീസ് മാലമോഷണ കേസിൽ അറസ്റ്റ് ചെയ്തത്. കേസിൽ 2018-ൽ 54 ദിവസമാണ് താജുദ്ദീൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. താജുദ്ദീൻ ഇപ്പോൾ അതിഥിയായി നമുക്കൊപ്പം ബാംഗ്ലൂരിൽ നിന്ന് ചേരുകയാണ്. താജുദ്ദീൻ, നമസ്കാരം. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്തായിരുന്നു ഈ കേസിന്റെ പശ്ചാത്തലം?
ഞാൻ എന്റെ നമസ്കാരം സാർ. എന്റെ മകളെ നിൽക്കാനായിട്ട് ഖത്തറിൽ നിന്ന് 2018 ജൂൺ 25 നാട്ടിൽ വന്നിരുന്നു. അപ്പം ജൂലൈ 8 എന്റെ മകളെ നിക്കാഹ് ബംഗായി നടന്നു. അതിനുശേഷം ഒരു ഗെറ്റ് ടുഗദർ എന്റെ അയ്യൂരിലെ പെങ്ങളെ വീട്ടില് ഒരു ഗെറ്റ് ടുഗദർ നടന്നിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ വരുന്ന സമയത്ത് വീടിന്റെ മുമ്പില് 2 പോലീസ് ജീപ്പില് 5-8 പോലീസുകാരെല്ലാം കൂടി എന്റെ വണ്ടി തടഞ്ഞു വെച്ചിട്ട് വണ്ടി പൂണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റില്ല, എന്റെ മക്കളെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ് എന്റെ മകനും മകന്റെ 2 സുഹൃത്തുക്കളും പോയി ഹെൽപ്പ് ചെയ്തു. പിന്നീട് എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് ഇറങ്ങണം, വണ്ടിയിൽ നിന്ന് ഇറങ്ങണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ അവര് പറഞ്ഞ അനുസരിച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ ജീപ്പിന്റെ അടുത്ത് പോയി. അന്നേരം എന്റെ ID ചോദിക്കുകയും അതിന് പുറമെ ഇവര് ഫോട്ടോ അതുപോലെ എന്റെ വീഡിയോ ഒക്കെ പകർത്തുന്നു. അത് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ അവര് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് പെരുമാറി. അതിനുശേഷം പറഞ്ഞു ഞാൻ ഒരു മാനമോഷണ കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് നീ ഞങ്ങളായിട്ട് സഹകരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അവര് എന്നെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ഒരു വെരിഫിക്കേഷൻ നടന്നിട്ട് ആ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേ. അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവിടെ അന്ന് തന്നെ റിമാൻഡ് അവിടുത്തെ ആ സ്റ്റേഷനിൽ പാർപ്പിച്ച് പിറ്റേന്ന് റിമാൻഡിന്റെ കാര്യങ്ങളെല്ലാം നടത്തി റിമാൻഡ് ചെയ്തു. 54 ദിവസം അവിടെ ഇട്ടു. ഒന്നും ചെയ്യാതെ തന്നെ എന്നെ 54 ദിവസം ജയിലിലിട്ടു, റിമാൻഡ് പ്രതിയായി. അതിനുശേഷം ഞാന് ഹൈക്കോടതിയില് ജാമ്യത്തിന് കൊടുത്തു. കുറെ ജാമ്യം ഇവിടുന്ന് ജില്ലാ കോടതിയൊക്കെ റിജക്ട് ചെയ്തു. ഹൈക്കോടതി വന്ന് എനിക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയതിനു ശേഷം ഞാൻ രണ്ടാമത് DGPനെയും അതുപോലെ മറ്റുള്ള ആളെ കാണാന് MLA ഇബ്രാഹിം സാറെ കൂടി കൊണ്ടുപോയിട്ട് അവിടെ ഞാൻ DGPന്റെ അടുത്ത് എന്റെ കംപ്ലൈന്റ് പറഞ്ഞു. ഇങ്ങനെ നടക്കാത്ത സംഭവത്തിന് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിലെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ IG ശ്രീജിത്ത് കേസ് അന്വേഷിക്കുകയും രണ്ടാമത് പിന്നെ നിരപരാധിയാന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഡിക്ലെയർ ചെയ്തു. അപ്പൊ അതിനുശേഷം ഞാൻ കോടതിയിൽ എന്റെ എനിക്ക് മാനനഷ്ടം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരുപാട് ധനനഷ്ടവും അതുപോലെ എന്റെ മാനസികാവസ്ഥയോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എന്റെ ബിസിനസ് തകർന്നു, ഖത്തറിലെ ബിസിനസ് തകർന്നു. താജുദ്ദീൻ, യഥാർത്ഥത്തിൽ ഹൈക്കോടതി താങ്കൾക്ക് ജാമ്യം തരുന്നതിന് മുമ്പ് താങ്കൾ നിയമ നടപടി സ്വീകരിച്ചെങ്കിലും അവിടെയൊന്നും താങ്കളുടെ ഈ ആക്ഷേപം കേൾക്കാൻ ആരും തയ്യാറായില്ല. ജില്ലാ കോടതികളിലൊന്നും താങ്കൾ പറഞ്ഞത് വില പോയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതെ ഞാൻ പറഞ്ഞെന്ന് അവര് പോലീസുകാർ എന്താണ് അനുസരിക്കാണ്ട് എടുത്തുചാട്ടായിരുന്നു. ഈ SIയുടെ എടുത്തുചാട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കണിച്ചിൽ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ എനിക്കൊന്ന് മര്യാദയ്ക്ക് ഇവര് അന്വേഷണം നടത്തുകയാണെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത സംഭവമായിരുന്നു ഇത്. ഈ SIക്ക് കുറച്ച് പിടിവാശി കൂടുതലായിരുന്നു. നിരപരാധിയായ താങ്കൾ 54 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാര്യം ഏത് നിരപരാധിയും ജയിലിലാകും, ചിലപ്പം കസ്റ്റഡിയിലാകും, അയാൾക്ക് ജയിലറകൾക്കുള്ളിൽ കഴിയേണ്ടി വരും എന്നൊക്കെയുള്ള സാഹചര്യം. ഞാൻ ചോദിക്കാൻ, താങ്കൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതിന് ശേഷമാണോ ഈ നഷ്ടപരിഹാരത്തിനായി താങ്കൾ കോടതിയെ സമീപിച്ചത്? അതെ, ഞാൻ രണ്ടാമത് എന്റെ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഖത്തറിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തായിരുന്നു അഡ്വക്കേറ്റ് ആസിഫ് അലി സാർ ആയിട്ട് ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഫയൽ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അവിടെ പോയി നോക്കുന്നേരം അവിടുന്ന് തന്നെ അബ്സ്കോണ്ടിങ് കേസിൽ തന്നെ എന്റെ സ്പോൺസർ അവിടെ തന്നെ അബ്സ്കോണ്ടിങ് കേസിലിട്ടുകൊണ്ട് സ്പോൺസർ അബ്സ്കോണ്ടിങ് കേസിലിട്ട് നിങ്ങളുടെ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ താജുദ്ദീൻ, താങ്കളുടെ സൂം വഴിയുള്ള ബന്ധം കട്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബംഗളൂരിൽ നിന്നാണ് അദ്ദേഹം നമുക്കൊപ്പം ചേർന്നത്. താജുദ്ദീൻ 54 ദിവസമാണ് ഒരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നത്. ചക്കരക്കൽ പോലീസാണ് മാലമോഷണ കേസിൽ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. ഈ കേസിൻ്റെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിരുന്നു? എന്തുകൊണ്ടാണ് ഒരു നിരപരാധി ഇത്രയും ദിവസങ്ങൾ ജയിലിൽ കിടന്നത്? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമാണ്. എത്രയൊക്കെ കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോയാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നീതിശാസ്ത്രം ഈ താജുദ്ദീൻ്റെ കാര്യത്തിൽ വിലപ്പോയില്ല എന്നറിയുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തിന് അനുവദിച്ചിട്ടുള്ള ഈ നഷ്ടപരിഹാരമൊക്കെ വലിയ ചെറിയ തുകയാണ്. കാരണം 54 ദിവസം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുക, അതൊന്നും 14 ലക്ഷം രൂപയോ മതിയോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. കാരണം സംവിധാനങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു പാവം മനുഷ്യനോട്. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം.
ഇടവേള കഴിഞ്ഞു വരുമ്പോൾ സുന്നി ഐക്യത്തിന് മധ്യസ്ഥ വഹിക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം വേണ്ടെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ 24-നോട് പറഞ്ഞു. ഈ വാർത്തയിലേക്ക് ഇടവേള കഴിഞ്ഞ് നമ്മൾ കടന്നു വരും. ചെറിയൊരു ബ്രേക്ക്, പെട്ടെന്ന് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. സുന്നി ഐക്യത്തിന് മധ്യസ്ഥ വഹിക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ സഹായം വേണ്ടെന്ന് സമസ്ത കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ 24-നോട് പറഞ്ഞു. സുന്നി ഐക്യത്തിനായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്. 100-ാം വാർഷികം ഒരുമിച്ച് ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഞങ്ങൾ പുനഃസംഘടിപ്പിച്ച അന്ന് തൊട്ട് ഞങ്ങളുടെ സമാദരണീയ നേതൃത്വം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് പറയുന്ന ഒന്നാണ്, ഐക്യത്തിൻ്റെ കവാടങ്ങൾ എപ്പോഴും തുറക്കപ്പെട്ടതാണ്. അതിനുവേണ്ടി എല്ലാ വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ തയ്യാറാണ്. പണ്ഡിതന്മാർ തമ്മിലുള്ള പ്രശ്നത്തിന് പണ്ഡിതന്മാരെക്കാൾ അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ പൂർവികർ, പണ്ഡിത നേതൃത്വം തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ്. സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അവർക്ക് ആരോടെങ്കിലുമൊക്കെ വിധേയത്വമോ അല്ലെങ്കിൽ വിരോധമോ മറ്റോ ഉണ്ടാകുമ്പോൾ ഒരു മധ്യവർത്തിക്ക് ആദ്യമായി വേണ്ടത് പരസ്പരം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ടീമാവുക എന്നതാണ്. ഈ 100-ാം വാർഷികം ഒന്നിച്ച് നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മലപ്പുറത്ത് നിന്നും സമീർ ബിൻ കരീം തത്സമയം ചേരുന്നു. പറയൂ സമീർ. എസ് സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം വർഷങ്ങളായി നടക്കുന്ന ഒരു ചർച്ചയാണ് എന്ന് ഐക്യം സാധ്യമാകും എന്നുള്ള കാര്യം. ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പടി കൂടി മുന്നോട്ട് കടന്നുള്ള ഒരു പ്രയത്നമാണ് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് അവർ പറയുന്നത് സുന്നി ഐക്യത്തിന് വേണ്ടി തങ്ങൾ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ്, എല്ലാ കാലത്തും ഐക്യത്തിന് ഞങ്ങൾ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കാന്തപുരം വിഭാഗം നേതാവ് ഖലീൽ ബുഖാരി തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ വഹിക്കാൻ ഒരു ടീം എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അല്ല ആവേണ്ടത്, മറിച്ച് പണ്ഡിതരുടെ ബന്ധപ്പെട്ട ആളുകളോ അത്തരമൊരു സംഘമാണ് ഈ മധ്യസ്ഥത വഹിക്കാൻ നല്ലത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ മധ്യസ്ഥത വഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരുമായും ഒക്കെ ഒരു വിധേയത്വം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിധേയത്വമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് കേരളത്തിലില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, 100-ാം വാർഷികം ഇരു സമസ്തയും ഒരുമിച്ച് ആഘോഷിക്കണമെന്നുള്ള ആഗ്രഹവും ഖലീൽ ബുഖാരി തങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഏതായാലും ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട് ഈ അകൽച്ചകളൊക്കെ തന്നെ ഇപ്പോൾ അകൽച്ചയുടെ കുറവൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നു, ഏതാണ്ട് ദൂരം കുറയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. നേരത്തെ ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയരുന്ന സമയത്തൊക്കെ തന്നെ ഒരു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ഐക്യ ചർച്ച നടക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വരാറുണ്ട്. എന്നാൽ അത്തരമൊരു ആവശ്യമാണ് ഇപ്പോൾ പൂർണ്ണമായും തള്ളുകയും അത് പണ്ഡിതർ തമ്മിൽ ഒരു ചർച്ചകൾ നടത്തി അത്തരമൊരു ഐക്യമാണ് വേണ്ടത് എന്ന് കാന്തപുരം വിഭാഗം വ്യക്തമാക്കുകയാണ്. എസ് കെ എൻ. കോഴിക്കോട് പന്നിയങ്കര ഓവർബ്രിഡ്ജിന് സമീപം തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സ് സംഘമെത്തി തീ അണയ്ക്കുകയാണ്. ഇപ്പോൾ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. നിഖിൽ പ്രമേഷ് പറയുന്ന പന്നിയങ്കരയിൽ നിന്നും തത്സമയം ചേരുകയാണ്. നിഖിൽ, എവിടെയാണ് തീ പിടിച്ചത്? ഇപ്പോൾ അവസ്ഥ എങ്ങനെയാണ്? തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്, ദൃശ്യങ്ങളിൽ നല്ല തരത്തിലുള്ള പുക ഉയരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. തീ ഇപ്പോഴും ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടേക്ക് കൂടുതൽ ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് വ്യക്തമല്ല. ഈ പന്നിയങ്കര മേൽപ്പാലത്തിന് മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അതിൻ്റെ താഴെയുള്ള കടകളിലാണ് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഒരു 4-5 കടകളുണ്ട്. നമുക്ക് ചില ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും തീ പടർന്നു പിടിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഈ കെട്ടിടത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും തീ പടരുന്നുണ്ട്. ഇത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫയർഫോഴ്സ് സംഘം, മീഞ്ചന്തയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നാണ് ഈ തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുൻപ് വളരെ വലിയ തരത്തിലുള്ള ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ തീ പടർന്നു പിടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പുറം ഭാഗത്ത് നമുക്ക് കാണുന്ന ഭാഗത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉൾഭാഗത്ത് ഇപ്പോഴും തീ പടരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് സംഘം കൂടുതലായി ഇവിടേക്ക് എത്തിയപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായത്. എങ്ങനെയാണ് അത് തീ പടർന്നു പിടിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇവിടെ ആളുകൾ വളരെ വേഗത്തിൽ ഇത് കണ്ട് ഫയർഫോഴ്സ് സംഘത്തെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സംഘം ഇവിടെ
സ്ഥലങ്ങളിലേക്ക് എത്തി തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു. ഇതുവരെ അത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഇത് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. കോഴിക്കോട് പന്നിയങ്കരയിൽ തീപിടുത്തമുണ്ടായി എന്നാണ് വാർത്ത. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ്. എന്നാൽ ഫയർഫോഴ്സ് കിണഞ്ഞ് ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവർക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്കൊരു നല്ല രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ.